ബഹുമാനപ്പെട്ട വികാരിയുടെ അനുമതിയോടുകൂടി ഒരു കാര്യം പ്രസ്താവിക്കാനുണ്ട്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഇവിടെ സഭയോട് ചേർന്ന് ആചാര്യവേല ചെയ്യുന്ന 3 വർഷക്കാലമായിട്ട് നമ്മുടെ ഇടവകയിൽ നമുക്ക് വേണ്ടിയൊക്കെയും പ്രാർത്ഥനകളും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മത്തായി സക്കറിയ അച്ഛൻ, നമ്മൾ പ്രിൻസ് അച്ഛൻ എന്ന് വിളിക്കും, അച്ഛൻ്റെ ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ വളരെ ഷോർട്ട് നോട്ടീസിൽ കിട്ടിയ ഒരു വിവരമാണ്. അപ്പം നമുക്ക് വേണ്ടി എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാന മധ്യേ നമ്മുടെ ജന്മദിനവും നമ്മുടെ വിവാഹ വാർഷികവും നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടവക ജനമായ നമ്മൾക്ക് ഒരു ബാധ്യതയുണ്ട്. വളരെ ഷോർട്ട് നോട്ടീസിൽ കിട്ടിയ ഒരു വിവരമാണ്. അപ്പം എങ്ങനെ ഇതിനെ നമുക്ക് നോമ്പിൻ്റെ ക്രമമനുസരിച്ച് നടത്തുവാൻ സാധിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ ഇടവകയോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ആത്മായനായ തമ്പിച്ചാൻ്റെ ഒരു അഭിപ്രായമനുസരിച്ച് സൺഡേ സ്കൂളിൽ നിന്ന് 10 കുഞ്ഞുങ്ങൾ, ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും അച്ഛന് ഓരോ റോസാ പുഷ്പം നൽകി അച്ഛൻ്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുന്നു. അച്ഛന് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന് ഒരു ബർത്ത്ഡേ സമ്മാനം നൽകണമെന്ന് വിചാരിച്ചപ്പോൾ ഏറ്റവും ഹാൻഡിയായിട്ട് എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവേർഡ് ചോയ്സായിട്ട് വന്നൊരു പുസ്തകമാണ് നമ്മുടെ കണ്ടനാട് ഈസ്റ്റ് മെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ തോമസ് മാർ അത്താനസൂസ് തിരുമനസ് എഴുതിയ യഹോവ എൻ്റെ ദൈവമാകുന്നു എന്ന പുസ്തകം അച്ഛന് ഈ അവസരത്തിൽ നൽകുവാനായിട്ട് നമ്മുടെ തമ്പിച്ചാനെ ക്ഷണിച്ചോളൂ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇടവകയുടെ എനിക്ക് നൽകിയ സന്തോഷത്തിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു ബർത്ത്ഡേ ഞാനിതിനു മുമ്പ് ആഘോഷിച്ചിട്ടില്ല. പ്രത്യേകിച്ച് വളരെ സന്തോഷം. നമ്മൾ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ കയറി കഴിഞ്ഞ് ഞായറാഴ്ച അധികം വന്നിട്ടില്ല. വന്നാലും കഷ്ടാനുഭവാഴ്ചയാകാനാണ് സാധ്യത. ഇപ്രാവശ്യം നോമ്പ് താമസിച്ചതുകൊണ്ട് കഷ്ടാനുഭവാഴ്ച ആയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ബർത്ത്ഡേ എന്ന് പറയുമ്പം ഇന്നലെ ഇവിടെ നിന്ന് ആരൊക്കെയോ എൻ്റെ വൈഫിനെ വിളിച്ച് ചോദിച്ചു, കേക്ക് മുറിക്കാൻ അച്ഛൻ സമ്മതിക്കുമോ എന്നൊക്കെ. അപ്പോൾ നമ്മളതിന് പല സാങ്കത്യം പറയും. എന്താ, നോമ്പാണ്, കേക്ക് മുറിക്കാൻ പാടില്ല, പള്ളി വെച്ച് മുറിക്കാൻ പാടില്ല, ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് നമ്മളത് ഒഴിവാക്കും.
പക്ഷേ സാങ്കത്യത്തേക്കാൾ കൂടുതൽ എന്നെ സംബന്ധിച്ച് ആശങ്കയാണ്. കാരണം 44 വയസ്സായെന്ന് പറയുമ്പോൾ ആ ആയുസ്സിൻ്റെ ഒരു വർഷം കൂടെ കഴിഞ്ഞു പോയി. ഇതിനകത്തിൽ എന്താഘോഷിക്കാൻ എന്നുള്ളതാണ്. സന്തോഷത്തേക്കാൾ കൂടുതൽ ഉള്ളിൽ ആകുലതകളാണ്. ഈ 44 വർഷത്തെപ്പറ്റി പറയുമ്പം ധാരാളം പേരോട് കടമയും കടപ്പാടും മാത്രം ബാക്കിയാണ്. ഇനിയും ഇത്രയും നാളൂടെ ദൈവം തരുമോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ലേ, എത്ര നാൾ തന്നാലും എന്നാ അവസാനിക്കാൻ അറിയില്ല. എങ്കിലും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒത്തിരി പേരുടെ പ്രാർത്ഥനകളും എല്ലാ രീതിയിലുള്ള കൈത്താങ്ങലുകളുമാണ് ഓരോ ദിവസം മുമ്പോട്ട് പോകാൻ ഇടയാകുന്നത്. ആ തരുണത്തിൽ നിങ്ങൾ തന്ന സന്തോഷത്തെ സ്വീകരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എനിക്ക് വേണ്ടി ഓർക്കുക. ഇന്നെങ്കിലും ഒരു നിമിഷം പള്ളിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോവുക. അത്രയും മാത്രം ആവശ്യപ്പെടുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.